കേരളത്തിലെ ധാരാളം അമ്പലങ്ങളിൽ സ്വർണ്ണശേഖരം ഉള്ളതെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികളിലെ ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അവരെ വിളിച്ചെത്തു കൊണ്ടുവരണം. അവരാണ് ഈ സ്വർണ്ണം അടിച്ച് പിന്നെ മാറ്റുന്നതിൻ്റെ ഷെയർ പറ്റിക്കൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളായിട്ട്. ദേവസ്വം ബോർഡ് മന്ത്രി എന്തിനാണ് അങ്ങനെ ഒരു മന്ത്രിയുടെ ഒരാളായിട്ട് അവിടെ വന്ന് ഇരിക്കുന്നത്? ദേവസ്വം ബോർഡിൻ്റെ കാര്യം നോക്കണ്ടേ? ഇതൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പോകാൻ SITക്ക് കഴിയത്തില്ല. കാരണം കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് വന്നു. അതിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെട്ടതെന്ന് ഇപ്പം ഏകദേശം വ്യക്തമായി. സാർ, ആദ്യത്തെ എപ്പിസോഡിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, 2019 പ്രസിഡന്റായിരുന്ന A പത്മകുമാർ എന്നിവരുടെ അറസ്റ്റിനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാം എന്നത് ആരുടെ തലയിലുദിച്ച ബുദ്ധിയാണ് എന്ന് കണ്ടെത്തണം. ഒപ്പം മുരാരി ബാബുവിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മാത്രമായി ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇവർക്കിടയിൽ കളിച്ച ഉന്നതനെ കണ്ടെത്തണം എന്നീ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. ഇനി ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും സംഭവത്തിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഹൈക്കോടതി SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. 2019 സ്വർണ്ണക്കൊള്ള നടന്നുവെന്നും 2025 ഈ കൊള്ള മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുമാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ട് ഉന്നതരിലേക്ക് അന്വേഷണം പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ചില കാര്യങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ അങ്ങനെ സംശയിക്കണം. അത് തീർച്ചയായിട്ടും അതിശക്തമായ ശ്രമം ഉണ്ടാവും. കാരണം രാഷ്ട്രീയ പാർട്ടികളാണ്, ഭരിക്കുന്നവരുടെ പിന്തുണ ഉണ്ടാവും. അത് ഭരിക്കുന്ന ആൾക്കാർക്ക് ക്ഷീണമാണ്. ശബരിമലയിൽ നിന്ന് ഇതുപോലെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയാൽ കേരളത്തിലെ ധാരാളം അമ്പലങ്ങളിൽ സ്വർണ്ണശേഖരം ഉള്ളതെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വന്നു കയറി അവിടെ വന്ന് മേഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മുഴുവൻ തട്ടിപ്പ് നടത്തിയത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികളിലെ ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അവരെ വിളിച്ചെത്തു കൊണ്ടുവരണം. അവരാണ് ഈ സ്വർണ്ണം അടിച്ച് പിന്നെ മാറ്റുന്നതിൻ്റെ ഷെയർ പറ്റിക്കൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളായിട്ട്. അതുകൊണ്ട് അന്വേഷണം SITയുടെ ഈ ഇപ്പം ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള ആ പീരീഡിൽ കഴിഞ്ഞാൽ ബാക്കി പീരീഡിന് കൃത്യമായ ഒരു അന്വേഷണം കൂടുതൽ ഓഫീസേഴ്സിനെ ചേർത്തുകൊണ്ട് നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ കാണുമ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയിലേക്കും മുൻ ദേവസ്വം മന്ത്രിയിലേക്കുമൊക്കെ അന്വേഷണം പോകാനുള്ള ഒരു സാധ്യത സാർ കാണുന്നുണ്ടോ? അത് നേരത്തെ പോലെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. കാരണം ദേവസ്വം ബോർഡ് മന്ത്രി എന്തിനാണ് അങ്ങനെ ഒരു മന്ത്രിയുടെ ഒരാളായിട്ട് അവിടെ വന്ന് ഇരിക്കുന്നത്? ദേവസ്വം ബോർഡിൻ്റെ കാര്യം നോക്കണ്ടേ? അവിടെ ഉണ്ടാകുന്ന തട്ടിപ്പിന് ഒന്നെങ്കിൽ അവർ കൺസെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും, അല്ല അതിൻ്റെ ഷെയർ പറ്റിയിട്ടുണ്ടാവും, അല്ല പിന്നെ ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവർ കുറ്റക്കാർ തന്നെ. അവരുടെ നോളജ് ഉണ്ടാവാം, അവർക്ക് ഷെയർ കിട്ടിയോ ഇല്ലെന്നൊക്കെ SIT കണ്ടുപിടിക്കട്ടെ. പക്ഷേ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം മന്ത്രിമാർക്കും ഇതുവരെയുള്ള ആർക്കും ഒഴിവാകാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. SIT വമ്പൻ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല വമ്പന്മാരുടെയും അറസ്റ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സാറും സൂചിപ്പിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാർ അങ്കലാപ്പിലാകുമോ SITയുടെ നീക്കത്തിൽ? ഒപ്പം തന്നെ കൃത്യമായ രീതിയിൽ തന്നെയാണോ അന്വേഷണത്തിന്റെ പോക്കും? ഇതുവരെയുള്ള അന്വേഷണം എൻ്റെ കാഴ്ചപ്പാടിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. കാരണം ആ ലിമിറ്റഡ് ആയിട്ടുള്ള പീരീഡിലുള്ള മോഷണം മാത്രമാണ് ഇപ്പം SIT അന്വേഷിക്കുന്നത്. അത് കൃത്യമായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയല്ല, കുറേ സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചു. അപ്പം ഇതൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പോകാൻ SITക്ക് കഴിയത്തില്ല. കാരണം കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് വന്നു. അതിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെട്ടതെന്ന് ഇപ്പം ഏകദേശം വ്യക്തമായി. തട്ടിക്കൊണ്ടുപോയ സ്വർണത്തിൻ്റെ ഒരു ഭാഗം SIT കണ്ടെടുക്കാൻ പറ്റി. അതുകൊണ്ട് ഇത് വെറുതെ ആരുടെ മനസ്സിൽ തോന്നിയൊരു സംഭവമല്ല. ഇങ്ങനെയുള്ള ഒരു കംപ്ലയിൻറ്റ് ഹൈക്കോടതിക്ക് മുമ്പിൽ വന്നപ്പം ഹൈക്കോടതി അത് കൃത്യമായിട്ട് പരിശോധിച്ചപ്പം തട്ടിപ്പ് നടന്നു എന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി. അത് ആരൊക്കെയാണ് അതിൻ്റെ പാർട്ട്നേഴ്സ്, ആരൊക്കെയാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ്, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ബാംഗ്ലൂർ സ്വദേശി കൽപേഷിന് സ്വർണ്ണപ്പാളി തട്ടിപ്പിലെ ഗൂഢാലോചന മുതൽ പങ്കുണ്ട് എന്നാണ് പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. ശരിക്കും ഇത് പൊരുത്തപ്പെടുന്നുണ്ടോ പോറ്റിയുടെ മൊഴി? കാരണം പ്രതിയായ മുരാരി ബാബു നേരത്തെ ജോലി ചെയ്തിരുന്ന ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ആനകളെ പോലും വെച്ച് കാശുണ്ടാക്കിയ ആളാണ്. അപ്പോൾ മുരാരി ബാബു ഇതിലൊരു മാസ്റ്റർ ബ്രെയിനാകാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാനും കരുതുന്നത്. കാരണം ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ മുരാരി ബാബു തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ പിന്നീട് സ്വർണം വിൽക്കാനൊക്കെ വന്നവരാണ്.
പക്ഷേ 1999 മുതൽ വിജയമല്യ അന്ന് 30 കിലോ സ്വർണ്ണമേ അടിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും 44 കിലോയുടെ കണക്ക് അവിടെ കിടപ്പുണ്ട്. അതിനൊരു വ്യക്തത വരണം. അതുകൊണ്ട് ഇതിൻ്റെ ബ്രെയിന് മുരാരി ബാബു തന്നെ ആയിരിക്കണം. കാരണം അങ്ങേര് 1997 ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുതന്നെ പുള്ളിയുടെ പ്രീവിയസ് ഹിസ്റ്ററി വളരെ മോശമാണ്. കാരണം ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇയാൾ അവിടുത്തെ ക്ലാർക്കായിട്ടിരിക്കുമ്പം വളരെ വർഷക്കാലം ഏറ്റുമാനൂർ അമ്പലത്തിൽ ക്ലാർക്കായിരുന്നു. അതുപോലെ വൈക്കം ക്ഷേത്രത്തിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഇയാൾ ആ കാലഘട്ടത്തിൽ മാറിയിരുന്നു. വൈക്കം ക്ഷേത്രത്തിൽ, തിരുനക്കര ക്ഷേത്രത്തിൽ, ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ സമയം ഇയാൾ അവിടുത്തെ അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ക്ലാർക്കായിട്ടൊക്കെ അവിടെ ഇരുന്നത്. ആ കാലഘട്ടത്തിലാണ് ഏറ്റുമാനൂർ അമ്പലത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തത്തിന് തൊട്ട് മുമ്പ് അവിടുത്തെ സ്വർണ്ണ രുദ്രാക്ഷ മാല കാണാതെ പോയ ഒരു കേസുണ്ട്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. ആരാണ് അടിച്ചു മാറ്റിയത് എന്നൊരു വിവരമില്ല. പക്ഷേ ഇപ്പോഴും അതങ്ങനെ കിടക്കുകയാണെന്ന് തോന്നുന്നു. അതിനുശേഷം അവിടുത്തെ പൂജാ സ്ഥലത്ത് ഒരു തീപിടുത്തം ഉണ്ടായി. അങ്ങനെ ഒരു തീപിടുത്തമൊന്നും ഉണ്ടാകത്തില്ല, അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് തന്നെ. അതിനുശേഷം ആ തീ പിടിച്ച സ്ഥലത്ത് സ്വർണം പൂശി. ആ സമയത്ത് അതിൻ്റെ അഡ്വൈസും അതിൻ്റെ കൂടെ നിന്നത് മുരാരി ബാബുവാണ്. അപ്പോൾ അവിടെ മുതൽ തുടങ്ങി. അതിനുശേഷമാണ് ശബരിമലയിലോട്ട് പതുക്കെ വരുന്നത്. ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് സ്വർണ്ണം അടിച്ച് നേരത്തെ മാറ്റിയത് ആരാന്ന് ഇത് തെളിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ആ കള്ളൻ ഇയാൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ശബരിമല അതേ രീതിയിലുള്ള സ്വർണം പൂശലും അവിടുന്ന് സ്വർണം തട്ടിക്കലും ഒക്കെ നടന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിന് മുരാരി ബാബു തന്നെ. പക്ഷേ ഈ സ്വർണം അവിടുന്ന് അടിച്ചു മാറ്റുന്നത് കൊണ്ടുപോകാനും അത് നേരത്തെ മുതൽ 97 മുതൽ ആ ഒരു ആൾക്കാരിലേക്ക് ഇനി എത്തണം SIT. അതിപ്പോൾ എത്തില്ല, കുറച്ച് സമയമെടുക്കും. കാരണം ഈ മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യണം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യണം. അതുപോലെ ഭണ്ഡാരി അതാരുടെ കോണ്ടാക്റ്റ് എന്നാണ് പോലീസ് അറിയുക. SIT അറിയേണ്ട ഒരു ആവശ്യം, അടിയന്തര ആവശ്യം, ഈ ചെന്നൈയിലുള്ള ആ സ്മാർട്ട് ക്രിയേഷൻസ് അതാരുടെ കോണ്ടാക്റ്റാണ്? അത് മുരാരി ബാബുവിൻ്റെ ആണോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ? മുരാരി ബാബുവിൻ്റെ ആകാനാണ് സാധ്യത. അങ്ങനൊരു ബന്ധം വരാൻ ആര് മുഖേന ആ ബന്ധം വന്നു? അന്നിരുന്ന പ്രസിഡൻ്റ് ആര്? കാരണം എങ്ങനെ പോയാലും ശരി, ഇവിടെ 44 കിലോ സ്വർണം അവിടെ പൂശിയും പാളി വെച്ചും ഒക്കെ കിടക്കുകയാണ്. അപ്പോൾ അത് അടിച്ചെടുക്കാനുള്ള തന്ത്രം, കുബുദ്ധി, അതാണ് ഇത്രയും വർഷമായിട്ട് നടന്നത്. ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് യാതൊരു സംശയമില്ല. അത് ഷെയർ ചെയ്ത് ആർക്കൊക്കെ പോയെന്ന് മാത്രമാണ് SIT കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് അതിലേക്ക് അന്വേഷണം വരാനായിട്ട് ധാരാളം തടസ്സങ്ങളൊക്കെ ഉണ്ട്. അത് SIT പരിഹരിക്കണം. ഈ ആദ്യത്തെ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള ഭാഗം കഴിഞ്ഞ് അതിൻ്റെ കുറ്റച്ചാർജ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ 90 ദിവസത്തിനകം കുറ്റച്ചാർജ് കൊടുത്ത് അതിൻ്റെ ട്രയൽ നടക്കുന്നതോടൊപ്പം തന്നെ SIT കൃത്യമായി 1999, 98, 99 കാലത്ത് വിജയമല്യ കൊടുത്ത സ്വർണത്തിൻ്റെ കണക്കെടുക്കണം. എത്ര കിട്ടി, എത്ര അവിടെ തേച്ചു, ബാക്കി മിച്ചം എത്ര, അത് ആരുടെ കയ്യിൽ വന്നു, അതെങ്ങനെ ചിലവായി, ആരടിച്ചുകൊണ്ട് പോയി, ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഇനി ഒന്നിന് പുറകെ വന്നേ വെക്കുള്ളൂ. അതിനകത്ത് വൻ മരങ്ങൾ വീഴും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വീഴട്ടെ, അത് അവർ അടിച്ചെടുത്ത് ചുമ്മാതല്ലല്ലോ. അപ്പോൾ അത് രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇനി SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്.